ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഉണ്ണിച്ചേട്ടൻ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഒരു അഭിമുഖത്തിനിടെ ഉണ്ണിമുകുന്ദനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയെക്കുറിച്ചും നടത്തിയ പരാമർശത്തിൽ പരസ്യമായി മാപ്പ് ചോദിച്ച് ഷെയ്ൻ നിഗം. സുഹൃത്തുക്കൾക്കൊപ്പം തമാശ പറഞ്ഞുള്ള അഭിമുഖമായിരുന്നു അതെന്നും അതിനിടെ വന്നുപോയതാണ് പ്രസ്തുത പരാമർശമെന്നും ഷെയ്ൻ പറഞ്ഞു. പുതിയ ചിത്രം ലിറ്റിൽ ഹാർട്സിന്റെ പ്രചരണാർത്ഥം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഷെയ്ൻ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞത്. ആ ഇന്റർവ്യൂ മൊത്തമായി കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സുഹൃത്തുക്കൾ തമാശയൊക്കെ പറഞ്ഞിരിക്കുക അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ, അതിനെ വേറൊരു രീതിയിൽ കാണാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഉണ്ണിച്ചേട്ടന് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. ഒരാളെ വ്യക്തിപരമായി വേദനിപ്പിക്കാൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യമല്ല എന്നും ഷെയ്ൻ നിഗം പറഞ്ഞു. അത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഉണ്ണിച്ചേട്ടൻ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞ് പോണതിൻ്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉണ്ണിച്ചേട്ടൻ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഞാൻ ഇന്റൻഷനലി ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയിൽ ഒരിക്കലും ഞാൻ പറഞ്ഞൊരു കാര്യമല്ല. നിങ്ങളുടെ ആ ഒരു സമയത്തൊരു തമാശ പോലെ വന്നതാണ്. അതിപ്പോൾ അങ്ങനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടം തോന്നി.